നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേവലം 2 സൈനിങ് മാത്രമാണ് റയൽ മാഡ്രിഡ് നടത്തിയിട്ടുള്ളത്. ഒന്ന് ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് കിലിയൻ എംബപ്പയെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് യുവ പ്രതിഭയായ എൻട്രിക്കിനെ അവർ സ്വന്തമാക്കി. ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിന് വേണ്ടിയായിരുന്നു താരം ഇതുവരെ കളിച്ചത്. 60 മില്യൺ യൂറോ നൽകിക്കൊണ്ടാണ് ഈ ഒരു 18കാരനായ താരത്തെ ഇപ്പോൾ റയൽ മാഡ്രിഡ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ കിലിയൻ എംബപ്പയെ ലഭിച്ചതുകൊണ്ട് തന്നെ എൻട്രിക്ക് നിലവിൽ ഒരു ബാക്കപ്പ് ഓപ്ഷനാണ്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹത്തിന് ഈ സീസണിൽ സ്ഥാനം ലഭിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മത്സരങ്ങളിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. പകരം എംബപ്പയുടെ ഒരു ബാക്കപ്പ് റോളിലായിരിക്കും മിക്കവാറും അദ്ദേഹത്തെ കാണാൻ കഴിയുക. ഈ സീസണിൽ ഇതുവരെ 2 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത്. ആ 2 മത്സരങ്ങളിലും കളിക്കാൻ എൻട്രിക്കിന് കഴിഞ്ഞിട്ടില്ല. പ്രീ സീസണിൽ അദ്ദേഹം റയലിന് വേണ്ടി കളിച്ചിരുന്നു. പക്ഷേ മോശം പ്രകടനമായിരുന്നു. അതല്ലെങ്കിൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം നടത്താൻ എൻട്രിക്കിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും റയലിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ ഈ ബ്രസീലിയൻ താരത്തിന് ഒരു പ്ലാൻ ബി ഉണ്ട് എന്നുള്ള കാര്യം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ AS ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ലോൺ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോവുക എന്നുള്ളതാണ് എൻട്രിക്കിൻ്റെ പ്ലാൻ ബി. അതായത് കൂടുതൽ അവസരങ്ങൾ ഓഫർ ചെയ്യുന്ന ഏതെങ്കിലും ക്ലബിലേക്ക് ലോണിൽ പോകാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായി കൊണ്ട് റയൽ മാഡ്രിഡ് വിടാൻ അദ്ദേഹത്തിന് ഇപ്പോൾ പ്ലാനുകൾ ഒന്നുമില്ല എന്നുള്ള കാര്യം AS അറിയിക്കുന്നുണ്ട്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ 2 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ ലഭ്യത അന്വേഷിച്ചിരുന്നു. പക്ഷേ എൻട്രിക്ക് തൻ്റെ നിലപാട് വ്യക്തമാക്കി. നിലവിൽ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ റയൽ വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വർഷം അവസാനിക്കുന്നത് വരെയെങ്കിലും ക്ലബിനകത്ത് തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതി എന്നുള്ളതാണ്. ഏതായാലും എത്രത്തോളം അവസരങ്ങൾ എൻട്രിക്കിന് ഈ സീസണിൽ ലഭിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.